KSFE ടാക്സസിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ്. പക്ഷേ അത് സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം, ഈ ചിട്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ പല മ്യൂച്വൽ ഫണ്ടുകളെക്കാളും ലാഭകരമായ ഒരു നിക്ഷേപ പദ്ധതിയാണ്. ഈ ചിട്ടി ഈ ചെറിയ ചെറിയ തുകകൾ നമുക്ക് ശേഖരിച്ച് വെക്കാം, വേണമെങ്കിൽ അത് അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചിട്ടി പിടിക്കാം. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വളരെ ആകർഷകമായ, അവരിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലും ഒക്കെ നിക്ഷേപിക്കുന്നതിനകത്ത് വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരാം. അതിനേക്കാളും സുരക്ഷിതമായ നിക്ഷേപമാണ്. ബാങ്കിലെ FDയെക്കാളും കൂടുതൽ പലിശ നോക്കുകയാണെങ്കിൽ വരുമാനം കിട്ടും, നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എന്ന നിലയിൽ KSFEയെ പുതിയ ഒരു വലിയ മേഖലയിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനായിട്ട് മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനൊപ്പം ഇതിൻ്റെ സൗകര്യങ്ങൾക്കായിട്ട് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവാസികൾക്കും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കും പ്രവാസി കേരളീയർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്ലാറ്റ്ഫോം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിപുലമായിട്ട് കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായുള്ള കാര്യമാണ്. അതുപോലെ പലിശ കുറഞ്ഞ ഗോൾഡ് ലോണും വളരെ പലിശ കുറഞ്ഞ ചില മറ്റ് ലോൺ പദ്ധതികളുണ്ട്. അപ്പോൾ അങ്ങനെ നിക്ഷേപ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കാനും, കൂടുതൽ ചിട്ടി എന്ന് പറയുന്ന സമ്പാദ്യശീലം, ആളുകളുടെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു പ്രശ്നമാണ്. പണം കൊണ്ട് എതിലേലും നിക്ഷേപിച്ച് 18-20% പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊണ്ട് പണം കളയുന്ന ധാരാളം ആളുകളുണ്ട്. ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും തട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിന് പകരം ഏറ്റവും സുരക്ഷിതമായ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയുള്ള, കാരണം ഈ പണത്തിന് സർക്കാരിന് ഗ്യാരണ്ടി കമ്മീഷൻ അടയ്ക്കുന്ന സ്ഥാപനമാണ് KSFE. അപ്പോൾ ഗ്യാരണ്ടിയുള്ള ഒരു സുരക്ഷിതമായ ഉൽപ്പന്നം എന്ന നിലയിലും വിശ്വസ്തതയുള്ള സ്ഥാപനം എന്ന നിലയിലും KSFEയെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമമാണ് KSFE നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന വിശ്വാസ്യതയാണല്ലോ KSFEയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അത് ജനങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നു. കാരണം ഇതിൽ ചിട്ടി ചേർന്നാൽ ബിഹൈൻഡ് ദ കട്ടൽ ഒരു കാര്യം നടക്കില്ല, കൃത്യമായി പൈസ കിട്ടും. ഈ വിശ്വാസ്യത സംരക്ഷിക്കാനുള്ള എന്ത് കരുതലാണ് ധനവകുപ്പിലുള്ളത് ഇപ്പോൾ? ഈ വിശ്വാസ്യത കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രദ്ധ വരുന്നുണ്ട്. കുറച്ചുകൂടി അത് സിസ്റ്റമാറ്റിക് ആവുന്നുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ കിട്ടാൻ. KSFE ഈ നാടിൻ്റെ ധൈര്യം എന്നുള്ളതാണ് KSFEയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. ഈ നാടിൻ്റെ ധൈര്യമാണ് KSFE. അപ്പോൾ അതിനകത്ത് നടപടിക്രമങ്ങൾക്ക് വളരെ ലഘൂകരണമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ കിട്ടും. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ, നേരത്തെ ഉണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റൽ 100 കോടിയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം അത് 200 കോടിയായി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റിസർവും സർപ്ലസും ഒക്കെ സ്ഥാപനത്തിന് വേറെയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് വളരെ സ്വതന്ത്രമായി കൂടുതൽ മൂലധന നിക്ഷേപം കൊടുത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ലൈസൻസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് ചിട്ടി ബിസിനസ് മാത്രമല്ല, ഈ ഇതിനോടനുബന്ധമായ മറ്റ് ചില നിക്ഷേപ പദ്ധതികളും നടത്തുന്നതിന് വേണ്ടിയിട്ട് KSFEക്ക് ലൈസൻസ് ഗവൺമെൻറ് കൊടുത്തു. കഴിഞ്ഞ ഈ അടുത്ത കാലത്താണ് ഞാൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ തന്നെ ഞങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടാണ് അതിനും അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ വിശ്വാസത്തോടു കൂടി കൊണ്ടുപോകാനും, വിദേശത്തുള്ളവർക്ക് അടക്കം ഈ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സമ്പാദ്യം നല്ല കാര്യമാണ്. എന്നും മൊത്തം പണം അടിച്ചു പൊളിച്ചിട്ട് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നട്ടം തിരിയുന്നതിനേക്കാളും നല്ലത് അല്പാൽപ്പം ശേഖരിച്ച് വെക്കുന്നതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയുള്ള സുരക്ഷിതമായ പദ്ധതികളാണ്, നല്ല റിട്ടേൺ കിട്ടുന്നതാണെന്നുള്ള ധാരണ കൂടുതലുണ്ടായാൽ നമ്മുടെ പഴയ ആ സമ്പാദ്യശീലത്തിലേക്ക് മലയാളികൾ ലോകമാകെ വരേണ്ടതുണ്ട്. അതിന് പറ്റുന്ന തരത്തിലേക്ക് കൂടുതൽ സുരക്ഷിതമായ നിക്ഷേപ പദ്ധതിയും വരുമാന പദ്ധതിയാണ് KSFE എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. അതിന് ആധുനിക മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കും. കൂടുതൽ ബ്രാഞ്ചുകളും മറ്റും ഉണ്ടാവും. അതുപോലെ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരെ നിയമിച്ച പ്രസ്ഥാനം KSFEയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ വലിയ കുതിച്ചുചാട്ടമാണ് LDF ഗവൺമെൻറ് കാലത്ത് KSFEക്ക് ഉണ്ടായത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 3000 ആളുകളെയാണ് KSFE പുതുതായിട്ട് നിയമനത്തിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുത്തത്. ഏറ്റവും നല്ല ബാങ്കുകളെ പോലെ തന്നെയോ അതിനേക്കാളും മെച്ചമായ സേവന വേതന വ്യവസ്ഥകളുള്ള ഒരു സംവിധാനം കൂടിയാണ് KSFE. അപ്പം എല്ലാ തരത്തിലും ഈ ആളുകളെല്ലാം വിശ്വാസത്തിലെടുത്ത്, ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത്, സമൂഹത്തെ ആകെ വിശ്വാസത്തിലെടുത്ത് കൂടുതൽ വിശ്വസനീയമായി മുന്നോട്ട് പോകും KSFE. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.